യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ അമേരിക്കയുമായി ചർച്ചകൾ തുടരുന്നുവെന്ന് റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തോടുള്ള നിലപാടുകളെ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. അധിക താരിഫ് റഷ്യയ്ക്ക് ചുമത്തുന്നതുൾപ്പെടെ ട്രംപ് മുന്നറിയിപ്പും നൽകിയിരുന്നു. പുടിൻ ട്രംപുമായി സംസാരിക്കാൻ തയ്യാറെന്നും ക്രെംലിൻ അറിയിച്ചു. അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ നടത്തിയത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ വൈകിയാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 50% അധിക താരിഫ് ഏർപ്പെടുത്തും. റഷ്യയ്ക്ക് തന്നെ 25% അധിക താരിഫ് ഏർപ്പെടുത്തുന്നത് ആലോചിക്കുമെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈനിൽ UN നിയന്ത്രണത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് അതത് രാജ്യങ്ങളുടെ ഭരണഘടന പ്രകാരമാണ് നടത്തേണ്ടതെന്ന് അമേരിക്കയുടെ മറുപടി. മാത്രമല്ല, സമാധാന ശ്രമങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കമാണ് റഷ്യ നടത്തുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി ചർച്ച തുടരാമെന്ന നിലപാടിലാണ് റഷ്യ. ആവശ്യമെങ്കിൽ അടുത്ത ആഴ്ച പുടിൻ അമേരിക്കൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുമെന്നും ക്രെംലിൻ അറിയിച്ചു. കരിങ്കടലിൽ വെടിനിർത്താനുള്ള ധാരണ നേരത്തെ റഷ്യ അംഗീകരിച്ചിരുന്നു. അതുവഴി കരിങ്കടലിലെ 3 പ്രധാന തുറമുഖങ്ങളും യുക്രൈനിന് പ്രയോജനപ്പെടുത്താനാകും. ധാന്യ കയറ്റുമതിയിലൂടെ വൻതോതിലാണ് യുക്രൈൻ വിദേശ നാണ്യം സമ്പാദിച്ചിരുന്നത്. യുദ്ധം ആരംഭിച്ചതോടെ ഈ കയറ്റുമതി പ്രതിസന്ധിയിലായിരുന്നു. മാത്രമല്ല, യുക്രൈനിന്റെ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളെ തകർക്കില്ലെന്നും റഷ്യ ഉറപ്പു നൽകിയിട്ടുണ്ട്. സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിലും കരിങ്കടലിലെ വെടിനിർത്തൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.